ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ നടക്കുന്ന 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ ആദ്യത്തെ മത്സരം ഇന്ന് നടക്കുകയാണല്ലോ. ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് ഈ ഒരു പരമ്പര. വേൾഡ് കപ്പിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസാനത്തെ പരമ്പരയാണിത്. ODI മത്സരങ്ങൾ ന്യൂസിലാൻഡിനോട് തോറ്റിട്ടാണ് ഇന്ത്യ വരുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ മലയാളി ആരാധകരും കാത്തിരിക്കുകയാണ്. കാരണം സഞ്ജു സാംസൺ ഇന്ന് കളിക്കുമോ? ഇന്നലെ പത്രസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞത് 3-ാം നമ്പറിൽ ഇഷാൻ കിഷൻ കളിക്കുമെന്നാണ്. ശ്രേയസ് അയ്യർ ടീമിലുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഇഷാൻ കിഷൻ ആണ് വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ളത്. തിലക് വർമ്മയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് അയ്യർ ടീമിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷന് സമയം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. അപ്പോൾ സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഓപ്പണറായിട്ടാണ് സഞ്ജുവിനെ ടീം എടുത്തിരിക്കുന്നത്. സഞ്ജു ടീമിൽ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഗില്ലിന് പകരക്കാരനായിട്ട് ഇറങ്ങുന്ന സഞ്ജുവിന് ഈ ഒരു പരമ്പര നിർണായകമാണ്. ഇന്ത്യയുടെ സാധ്യത 11 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആരൊക്കെ ആയിരിക്കും ഇന്ന് കളിക്കുക എന്നുള്ളത്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുമ്പോൾ തുടർന്ന് ഇഷാൻ കിഷൻ എത്തും. അതിനുശേഷം സൂര്യകുമാർ യാദവ് എത്തുന്നു, ഹർദിക് പാണ്ഡ്യ എത്തും, അക്സർ പട്ടേലും റിങ്കു സിംഗും തുടർന്നുള്ള സ്ഥാനങ്ങളിലെത്തും. അതിനുശേഷം 8-ാം നമ്പറിൽ ശിവം ദുബെയോ ഹർഷിത് റാണയോ ആരെങ്കിലും ഒരാളായിരിക്കും ഇറങ്ങുന്നത്. അതിനുശേഷം ബുംറ വരും, ഹർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി എന്നിങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സാധ്യത 11. 2 സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ഇന്ത്യ കളിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഹർഷ്ദീപ് സിംഗിന് പകരം കുൽദീപ് യാദവ് എത്താനും സാധ്യതയുണ്ട്. വൈകുന്നേരം 7:30-നാണ് മത്സരം ആരംഭിക്കുന്നത്.